ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഫാമിലി ടാസ്ക് വരുന്നു. താരങ്ങളുടെ ഫാമിലി അടുത്ത ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും, അതെന്താ ഫാമിലി ടാസ്ക് ഇപ്പോൾ വരുന്നത്? ഏകദേശം 75 എപ്പിസോഡൊക്കെ ആവുമ്പോഴല്ലേ എല്ലാ സീസണുകളിലും ഫാമിലി ടാസ്ക് കൊണ്ടുവരുന്നത്. ഇതെന്താ ഈ സീസണിലൊരു പ്രത്യേകത? ഒരു പിടുത്തവുമില്ല. ബിഗ് ബോസിൻ്റെ ഓരോരോ തീരുമാനങ്ങളാണ്. ഫാമിലി ടാസ്ക് ഈ പ്രാവശ്യം വളരെ നേരത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഏകദേശം ഒരു 75 എപ്പിസോഡൊക്കെ ആകുമ്പോഴാണ് മറ്റുള്ള സീസണുകളിൽ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇതിപ്പോൾ 47 എപ്പിസോഡ് ആവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഫാമിലി ടാസ്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. കാരണം മറ്റൊന്നുമല്ല, കണ്ടസ്റ്റൻസിനെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷാനവാസ്, അനീഷ്, അനുമോള്, അക്ബർ, അങ്ങനെയുള്ള ചില കണ്ടസ്റ്റൻസ് മാത്രമാണ്. എന്നാലും അവരുടെയൊക്കെ ഫാമിലി വന്ന് അവരോട് ഈ പറയുന്ന ഫാമിലി ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ അതൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിക്കാനായിട്ട് അത്രമാത്രം ഒരു ഇൻറ്റിമസി ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിട്ടില്ല. പൊതുവെ അതൊരു 75 എപ്പിസോഡൊക്കെ ആകുമ്പോഴായിരിക്കും അതൊക്കെ വന്നത്. അപ്പോഴൊക്കെയാണ് ഈ പറയുന്ന ഫാമിലി ടാസ്ക് ഒക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള TRP റേറ്റിംഗ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് യാതൊരു പിടുത്തവുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാമിലി ടാസ്ക് ഇത്രയും നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇനി അങ്ങോട്ട് എന്ത്? അങ്ങോട്ട് പലതും ബിഗ് ബോസ് അപ്പോൾ വേറെ രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? കാരണം ഈ പറയുന്ന 75 എപ്പിസോഡിന് ശേഷം ഏകദേശം ഒരാഴ്ച ഫുൾ ഈ പറയുന്ന ഫാമിലി ടാസ്ക് വെച്ച് ഓടിക്കും. അപ്പോൾ ഫാമിലി ടാസ്ക് ഒക്കെ ഈ പറയുന്ന 50 എപ്പിസോഡ് ആ ഒരു സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ബിഗ് ബോസ് എന്ത് വെക്കും? അതൊരു ചോദ്യചിഹ്നമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന സെപ്റ്റംബർ 29 ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യും. അന്ന് ഡേ 56 ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ. 29 തന്നെ ഫാമിലീസ് ഓരോന്നോരോന്നായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതായിരിക്കും. ഏറ്റവും അധികം ഫാമിലി കയറുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യനാണ്. ബിന്നി ആ ഒരു വീക്കിൽ എവിക്ഷനിൽ പുറത്ത് പോയില്ല എങ്കിൽ അടുത്ത ആഴ്ച ബിന്നിയുടെ ഫാമിലി കയറുന്ന സമയത്ത് ബിന്നിയുടെ ഫാമിലിയിൽ നിന്ന് ആരാണോ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത് അവർക്ക് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു സംഭവം നമ്മുടെ ബിന്നിയുടെ ഫാമിലിക്ക് കിട്ടുന്നതായിരിക്കും. വലിയൊരു ഓപ്പർച്യൂണിറ്റി. ബിന്നിക്ക് അങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് സാധിക്കും. ബിന്നിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള നൂബിൻ്റെ ഭാര്യയാണ് ഈ പറയുന്ന ബിന്നി. അപ്പം നൂബിനൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ചൊരു കോണ്ടന്റ്, ഒരു വ്യത്യസ്തമായ ഒരു കോണ്ടന്റ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നൂബിന് ഓൾറെഡി ബിഗ് ബോസിൻ്റെ പല പല ലിസ്റ്റുകളിലും ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. കണ്ടസ്റ്റന്റ് അല്ല, ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഫാമിലി ടാസ്ക് ഇത്ര നേരത്തെ എത്തുന്ന സമയത്ത് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് ഞാൻ അത്ര വലിയ ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല. കാരണം ആ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് അത്ര വലിയൊരു ഇൻറ്റിമസി വന്നിട്ടില്ല. പിന്നെയും കാണാൻ കാത്തിരിക്കുന്ന ചില വ്യക്തികൾ എന്ന് പറയുന്നത് അനീഷിൻ്റെ ഫാമിലി ആയിട്ട് അനീഷ് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതും തൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് അച്ഛനമ്മമാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് കാണണമെന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണേണ്ടത് നമ്മുടെ അനുമോളുടെ ഫാമിലിയാണ്. അനുമോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആണ്, ഭയങ്കര സങ്കടപ്പെടും. മറ്റേ പ്ലാച്ചൻ എന്ന് പറഞ്ഞ പാവ പോയപ്പോൾ തന്നെ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയത് കണ്ടതാണല്ലോ. അപ്പം അനുമോളുടെ ഫാമിലി എത്തുന്ന സമയത്ത് അതെങ്ങനെയാണെന്നൊന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ മകൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഷാനവാസ് വീട്ടിൽ. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഫാമിലിയും ഒന്ന് കാണണമെന്നുണ്ട്. അക്ബറിനെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ലാതെ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻറ്റിമസിയും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതിപ്പോൾ ഏകദേശം ഒരു 75 എപ്പിസോഡൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വരുമായിരിക്കും. അപ്പോഴൊക്കെയാണ് ഈ ഒരു ഫാമിലി ടാസ്ക് കൊണ്ടുവന്നാലൊന്ന് വർക്കൗട്ട് ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ 75 എപ്പിസോഡിന് ശേഷം ബിഗ് ബോസ് ഒരാഴ്ച ഓടിക്കുന്നത് ഈ പറയുന്ന ഫാമിലി വീക്ക് വെച്ചിട്ടാണ്. അത് ഇത്ര നേരത്തെ വരുന്ന സമയത്ത് ഇനി കണ്ടറിയണം ബിഗ് ബോസ് അടുത്ത ഒരു 50 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു 50 ഡേ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഓടിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഫാമിലി വീക്ക് ഈ പറയുന്ന സെപ്റ്റംബർ 29 അടുത്ത ഈ വരുന്ന തിങ്കളാഴ്ചയല്ല, അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏത് ഫാമിലിയെ കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്